ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബോൾട്ടഡ് ജോയിൻറ്റിൻ്റെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ഡിസൈൻ ഓഫ് എ ബെയറിംഗ് ടൈപ്പ് കണക്ഷൻ ഫോർ എ ലാബ് ജോയിൻറ്റ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്, എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോയും വരുന്നത്. ശരിക്കും സിമിലറായിട്ടൊരു പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള വ്യത്യാസം എന്താണെന്നും അതിൽ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഡിറ്റർമിൻ ദ സേഫ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻ ടെൻഷൻ ഓഫ് എ ലാബ് ജോയിൻറ്റ് എന്നൊരു കണ്ടീഷനാണ് തന്നേക്കുന്നത്. കണക്റ്റിംഗ് 2 പ്ലേറ്റ്സ് ഓഫ് 16 mm ആൻഡ് 12 mm തിക്നെസ്. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ 2 പ്ലേറ്റ് ഒരേ തിക്നെസ് ആയിരുന്നു, 20 mm ആയിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിൽ 16 mm 12 mm ആണ്, രണ്ടും ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. അതാണ് ഒരു വ്യത്യാസം. പിന്നെ ബോൾട്ട് ത്രെഡ്സ് ആർ ഔട്ട്സൈഡ് ദ ഷിയർ പ്ലെയിൻ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ബോൾട്ട് ത്രെഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഷിയർ പ്ലെയിൻ എന്നുള്ള കണ്ടീഷനായിരുന്നു അസ്യൂം ചെയ്തത്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ബോൾട്ട് ത്രെഡ്സ് ആർ ഔട്ട്സൈഡ് ദ ഷിയർ പ്ലെയിൻ എന്ന്. കൂടാതെ M20 ബോൾട്ടാണ് നേരത്തെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തത്, ഇവിടെ M16 ബോൾട്ടാണ്. ഓക്കെ, പിന്നെ ബോൾട്ടിൻ്റെ ഗ്രേഡ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് 4.6 ഗ്രേഡ് ബോൾട്ടാണെന്ന് അസ്യൂം ചെയ്യാം. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അത് ഒരു ബെയറിംഗ് ടൈപ്പ് കണക്ഷനാണ്. പിന്നെ FE 410 സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രെങ്തും എഫിഷ്യൻസിയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിൽ ഒരു ഡിസൈൻ പ്രോബ്ലം വരാം. ഒന്നുകിൽ നമുക്കൊരു ലോഡ് തന്നിട്ട് ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജോയിൻറ്റ് ഡിസൈൻ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കണക്ഷൻ തന്നിട്ട്, ഒരു കണക്ഷൻ്റെ ഡിസൈൻ തന്നിട്ട് ആ കണക്ഷൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയാം. ഇങ്ങനെ രണ്ട് രീതിയിലും ഡിസൈൻ പ്രോബ്ലം പറയാം. അപ്പോൾ വരാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ടൈപ്പാണ് ഇത്. അതായത് ഇവിടെ ഡിസൈൻ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ചൊരു ഡിസൈൻ തന്നിട്ട് ആ ഡിസൈൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനും അതുകൊണ്ട് അത് മൂലമുള്ള ആ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുമാണ് ഈ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്നത്. പ്രീവിയസ് പ്രോബ്ലം അതേപോലെ തന്നെ ഒരു കണ്ടീഷനായിരുന്നു. ഓക്കെ, ഫൈൻ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കെച്ച് നമുക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ആ സ്കെച്ചിൽ വരേണ്ട ആവശ്യമായ ഇൻഫർമേഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു സ്കെച്ചുണ്ട്. ആ സ്കെച്ചിൽ ലാബ് ജോയിൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 4 ബോൾട്ടാണെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഒരു പ്രോബ്ലത്തിൽ വേണേൽ പറയാം 4 ബോൾട്ട് 2 റോ ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കെച്ചില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സ്കെച്ച് വരയ്ക്കാൻ സാധിക്കണം. അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ പോലെ പിച്ചും ഗേജും അതേപോലെ തന്നെ എഡ്ജ് ഡിസ്റ്റൻസും എല്ലാം നമ്മൾ മിനിമം മാക്സിമം ചെക്ക് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷനും വരാം. ഈ പ്രോബ്ലത്തിൽ എന്തായാലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 mm ആണ്. ഇവിടെ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 mm ആണ്. പിച്ച് എന്ന് പറയുന്നത് 80 mm ആണ്. ഗേജ് എന്ന് പറയുന്നത് 60 mm ആണ്. ഓക്കെ, അപ്പോൾ ഇനിയും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നുള്ള ഇൻഫറൻസസും അതേപോലെ അസംഷനും കോഡൽ പ്രൊവിഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. 16 ബോൾട്ട് ആണെങ്കിൽ ടേബിൾ 19 പ്രകാരം നമുക്ക് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ എന്ന് പറയുന്നത് 18 mm ആണ്. അതേപോലെ തന്നെ നമ്മുടെ 4.6 ഗ്രേഡ് ബോൾട്ട് ആണെന്ന് അസ്യൂം ചെയ്ത സ്ഥിതിക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നത് 400 Nm/mm ആണ്. അതേപോലെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് മൈൽഡ് സ്റ്റീൽ FE 410 പ്ലേറ്റ് എന്ന് പറയുന്നത് 410 Nm/mm ആണ്. ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ പ്ലേറ്റ് എന്ന് പറയുന്നത് 250 Nm/mm ആണ്. ഓക്കെ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നേരത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ബോൾട്ടിൻ്റെത് 1.25, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ റപ്ചർ പ്ലേറ്റിൻ്റെത് 1.25, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ഈൽഡ് പ്ലേറ്റിൻ്റെത് 1.1. ഓക്കെ, ഫൈൻ. അപ്പം ഇവിടെയും നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള 4 ലിമിറ്റ് സ്റ്റേറ്റുകളാണ് വരുന്നത്. അതായത് ഷിയർ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, ടെൻസൈൽ റപ്ചർ ഓഫ് ദ പ്ലേറ്റ്, ടെൻസൈൽ റപ്ചർ ഓഫ് ദ ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ പ്ലേറ്റ്, നാലാമത്തേത് ബ്ലോക്ക് ഷിയർ റപ്ചർ ഓഫ് ദ പ്ലേറ്റ്. അങ്ങനെ 4 കണ്ടീഷനാണ്. അതായത് ആദ്യത്തെ കണ്ടീഷനാണ് നമ്മളിവിടെ വാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ത്രെഡ് ഷിയർ പ്ലെയിനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് NS1 ആണ്. നമുക്ക് ആകെ ഒരു ഷിയർ പ്ലെയിനേ ഉള്ളൂ ഇവിടെ. നേരത്തെ പ്രോബ്ലം തന്നെയാണ് പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ NS1ഉം NN0 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം പ്രീവിയസ് പ്രോബ്ലത്തിലെ പോലെ തന്നെ വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ബോൾട്ടിൻ്റെ ബോൾട്ട് സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ടു ഷിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 37.1466 kN എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 ബോൾട്ടിന് അത് 148.586 kN കിട്ടി. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ്
ദ ജോയിൻറ്റ് കറസ്പോണ്ടിങ് ടു ഷിയർ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നത് 148.586 kN ആണ്. അടുത്ത ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ VNPBയുടെ ഇക്വേഷൻ 2.5 KB × D × T × FU എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചെയ്ത പോലെ തന്നെ മിനിമം എഡ്ജ് ഡിസ്റ്റൻസിൻ്റെയും പിച്ചിൻ്റെ എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ വീണ്ടും പ്ലെയിൻഡ് എഡ്ജ് അല്ലെ മെഷീൻഡ് എഡ്ജ് എന്നുള്ള കണ്ടീഷൻ തന്നെയാണ്. ഇപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1.5 D0 എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിക്വയർമെൻറ്റ് 27 ആണ്, കൊടുത്തിരിക്കുന്നത് 30 mm ആണ്. അതുപോലെ തന്നെ മിനിമം പിച്ച് അഥവാ മിനിമം സ്പേസിംഗ് ആണത്. മിനിമം സ്പേസിംഗ് എന്ന് പറയുന്നത് 2.5 × D ആണ്. അപ്പോൾ 40 mm ആണ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഗേജ് 60 mm കൊടുത്തിട്ടുണ്ട്, പിച്ച് 80 mm കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സാറ്റിസ്ഫാക്ടറി ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് കൂടാതെ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെയുള്ള മാക്സിമം പിച്ച്, മാക്സിമം സ്പേസിങ്, മാക്സിമം പിച്ച്, മാക്സിമം ഗേജ്, ഈ 3 കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിനിമം റിക്വയർമെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വാല്യൂസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ചെക്ക് എന്തായാലും ഇത് സാറ്റിസ്ഫാക്ടറി ആകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രൊസീഡ് ചെയ്യുവാണ്. ഓക്കെ, ഇനി KB-യുടെ കാൽക്കുലേഷൻ വരുമ്പോൾ നേരത്തെ പോലെ തന്നെ 4 കണ്ടീഷൻസ് ആണ്. അതിൽ E/3 D0, E എന്ന് പറയുന്നത് 30 mm, D0 എന്ന് പറയുന്നത് 18 mm ആണ്. അടുത്ത P/3 D0 -0.25. ഇവിടെയും നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 60 mm ആണെന്നാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് മിസ്റ്റേക്കാണ്, 80 mm ആണ് എടുക്കേണ്ടത്. കാരണം ഇവിടെ പിച്ച് എന്ന് പറയുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൽ ഉള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 80 mm ആണ്. അപ്പോൾ ആ ഒരു കറക്ഷൻ ഇവിടെ വരും. പക്ഷേ എനിവേ ഇതൊരു അപ്പർ ബൗണ്ട് വാല്യൂ ആണ്. 80 mm വരുമ്പോൾ ഈ വാല്യൂ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ലോവസ്റ്റ് വാല്യൂ ആണ് എടുക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ലോവസ്റ്റ് വാല്യൂ വരുന്ന E/3 D0 കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ KB കിട്ടി. ഓക്കെ, ഇനി തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 പ്ലേറ്റ് ഉണ്ട്, രണ്ടിൻ്റെ തിക്നെസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് എടുക്കേണ്ടത്. അതാണ് ഇവിടെ 12 mm എടുത്തിരിക്കുന്നത്. 16 mm എന്ന് പറഞ്ഞാൽ ബോൾട്ടിൻ്റെ ഡയമീറ്റർ ആണ്, 12 mm എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ്. തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് 1 ബോൾട്ട് എന്ന് പറയുന്നത് 87.38 kN എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 ബോൾട്ടിനും കൂടെ ചേർന്നിട്ട് നമുക്ക് 349.517 kN ആണ്. അതായത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് കറസ്പോണ്ടിങ് ടു ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 349.517 kN ആണ്. ഓക്കെ, അടുത്ത ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടെൻസൈൽ റപ്ചർ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് എലോങ് ദ ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിന് സിമിലറായിട്ട് തന്നെ ഇതിൽ 6 ആക്ക് ബോൾട്ട് അറേഞ്ച്മെൻ്റ് അല്ല, ഒരു സിമെട്രിക് ആയിട്ടുള്ള ബോൾട്ട് അറേഞ്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ റപ്ചർ ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാണിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിലാണ് ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ റപ്ചർ ഉണ്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം 12 mm പ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റപ്ചർ സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം അതായിരിക്കും മിനിമം വാല്യൂ. ഓക്കെ, അപ്പം അതിനനുസരിച്ച് TDൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നേരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ A&D ഇക്വേഷൻസിനകത്ത് സെക്കൻഡ് പാർട്ട് 0 ആയിരിക്കും. അതേപോലെ തന്നെ ടിയുടെ വാല്യൂ 16 mm 12 mm പ്ലേറ്റും ഉണ്ട്. അതിൽ 12 mm ആണ് ടിയുടെ വാല്യൂ എടുക്കേണ്ടത്. കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെ TDൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. TDൻ്റെ വാല്യൂ 297.5616 kN ആണ്. അതായത് മൂന്നാമത്തെ ലിമിറ്റ് സ്റ്റേറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് കറസ്പോണ്ടിങ് ടു ടെൻഷൻ റപ്ചർ ഓഫ് ദ പ്ലേറ്റ് അലോങ് ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 297.5616 kN ആണ്. ഓക്കെ, അടുത്ത ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ റപ്ചർ അല്ലെങ്കിൽ ബ്ലോക്ക് ഷിയർ റപ്ചർ സ്ട്രെങ്ത് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷനും നമ്മുടെ പ്രീവിയസ് കണ്ടീഷൻ പോലെ സിമിലർ ആയിട്ട് തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസം, നമ്മുടെ കോഡിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. 4 ബോൾട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോഡിൽ നമുക്ക് ബ്ലോക്ക് ഷിയർ റപ്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്കെച്ചിലെ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഷിയർ ഫെയിലിയർ പാത്തും ഒരു ടെൻഷൻ ഫെയിലിയർ പാത്തുമാണ് വരുന്നത്. ഓക്കെ, ഇവിടെയും നമ്മൾ എടുക്കേണ്ട തിക്നെസ് എന്ന് പറയുന്നത് തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആയിരിക്കണം കാൽക്കുലേഷനിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ AVG കാൽക്കുലേഷനിൽ 2 × 80 + 30. 80 എന്ന് പറയുന്നത് പിച്ചാണ്, 30 എന്ന് പറയുന്നത് എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 2 × 80 + 30 × 12 എന്ന് പറഞ്ഞാൽ തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ്. അതേപോലെ AVN വന്നപ്പോൾ നേരത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ഷിയർ ഫെയിലിയർ പാത്തിൽ ഒരു ബോൾട്ട് ഈ ബോൾട്ടിൻ്റെ പകുതി, അപ്പോൾ 1.5 ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ATGയുടെ കാൽക്കുലേഷൻ വെർട്ടിക്കൽ ടെൻഷൻ ഫെയിലിയർ പാത്താണ്. ആ പാത്തിൽ ATG എന്ന് പറയുന്നത് 60 ആണ് ഗേജ്. അപ്പോൾ 60 × 12 ആണ്. ATN എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2 ബോൾട്ട്, ഈ ബോൾട്ടിൻ്റെ പകുതി ഈ ബോൾട്ടിൻ്റെ പകുതിയാണ് വരുന്നത്. അപ്പോൾ 0.5 + 0.5 എന്നുള്ളതാണ് ഇവിടെ 0.5 × 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി 1 ആണ്. 0.5 × 2 1. അപ്പോൾ ഇവിടെ ഹാഫും ഇവിടെ ഹാഫും, അങ്ങനെ 1. അപ്പോൾ അങ്ങനെയാണ് ATNൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട് ടി ഡി ബിയുടേത്. ആ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വിശദീകരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ എല്ലാ ബോൾട്ടിനും എലോങ് ആയിട്ട് ഈ ഒരു റപ്ചർ പാത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫെയിലിയർ പാത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടുള്ള ബോൾട്ടുകൾ, ഫെയിലാകാത്ത ബോൾട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ബ്ലോക്ക് ഷിയർ റപ്ചറിൻ്റെ കൂട്ടത്തിൽ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ടി ഡി ബി 2 കേസിൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ കേസിൽ 495.191 കിലോമീറ്ററിനും രണ്ടാമത്തെ കേസിൽ 503.14 കിലോമീറ്ററിനും വന്നു. അപ്പോൾ നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് കറസ്പോണ്ടിങ് ടു ബ്ലോക്ക് ഷിയർ റപ്ചർ ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് 495.191 കിലോന്യൂട്ടനാണ്. ഓക്കെ. ഇപ്പോൾ 4 ലിമിറ്റ് സ്റ്റേറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഈ 4 ലിമിറ്റ് സ്റ്റേറ്റിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിയർ കപ്പാസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 148.586 കിലോമീറ്ററിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ അതാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ്. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നേരം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 100. അതാണ് എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ. നമുക്കിവിടെ 45.401% കിട്ടിയിട്ടുണ്ട്.